എം ജയചന്ദ്രൻ എടുത്ത നിരീക്ഷകനാണുള്ളത്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ അവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ വേണ്ടി വന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഈ പോലീസ് അന്വേഷണം നോക്കൂ, SITയുടെ അന്വേഷണം ഈ CCTV അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും കൃത്യമായി സമാഹരിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു പരാതിയാണ്. മാത്രമല്ല, ഈ ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ടും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ കുടുംബത്തിന്റെ സാന്നിധ്യമില്ലാതെ നടത്തിയെന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുക്കൽ പോലും സംശയകരമാണ് എന്ന് പറയുകയാണ്. ഒരു വശത്ത് പാർട്ടി ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് പറയുന്നു, പക്ഷേ PP ദിവ്യയ്ക്കൊപ്പം നിൽക്കുന്നതും നമ്മൾ കാണുകയാണ്. ഇവിടെ ഏത് തരത്തിലാണ് ഇനി കുടുംബത്തിന് ഈ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു നീതി ലഭിക്കുക? CBI അന്വേഷണമല്ലേ ശരിയായ മാർഗം? ഈ പരാതി എന്താണെന്ന് എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിലടക്കം എല്ലാ ചാനലുകളും ആ പരാതിയുടെ ഉള്ളടക്കം പറയുന്നുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് ഈ അഭിപ്രായം പറയാൻ കഴിയും സ്മൃതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ മലയാളപ്പുഴ ശശി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തല്ലോ. അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തുന്നത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു അമാന്തവും കാണിച്ചിട്ടില്ല എന്ന് പ്രത്യേകം പറയാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സർക്കാർ ഏതെങ്കിലും വകുപ്പുകൾ വേർതിരിച്ച് പ്രവർത്തനം മുമ്പോട്ട് നീക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുമില്ലല്ലോ. റവന്യൂ വകുപ്പിന് ഒരു സമീപനം, പോലീസ് വകുപ്പിന് വേറൊരു സമീപനം, ആരോഗ്യ വകുപ്പിന് വേറൊരു സമീപനം എന്നുള്ള നിലയിലല്ല ഈ അന്വേഷണങ്ങളൊന്നും പോകാറുള്ളത്. ഇപ്പോഴും പോകുന്നത് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അത്ര ഒരു ആരോപണം വിവിധ വകുപ്പുകൾ വ്യത്യസ്ത രൂപത്തിലാണ് പ്രവർത്തനം നടത്തുന്നത് എന്ന ആക്ഷേപം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉള്ളതായിട്ടും ഈ ഇന്നത്തെ ചാനൽ റിപ്പോർട്ടിങ്ങിലൊന്നും കണ്ടിട്ടുമില്ല. ഏതായാലും ഈ താങ്കളുടെ ചോദ്യം CBI അന്വേഷണമാണോ പ്രസക്തം എന്നുള്ളതാണല്ലോ. ആണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള അവകാശവും സാധ്യതകളും ഒക്കെ അവർക്ക് തേടാവുന്നതാണ്. പക്ഷേ ഈ കേട്ടത് വെച്ച് പറയുമ്പോഴേക്ക് ഇപ്പോൾ സ്മൃതി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് ആത്മഹത്യയല്ല ഒരു കൊലപാതകമാണ് എന്ന സംശയം അവർ പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതൊരു അത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഇവിടെ കൊണ്ടുവരാൻ ആർക്കാണ് താല്പര്യം? ഇത് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് കൃത്യമായി വരുന്നത് എവിടെയാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഉണ്ടാവുമല്ലോ. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് ഈ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം BNS 108 ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറയുന്നത്. ഈ BNS 108 അതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ട്, അല്ലെങ്കിൽ അത് അത്രത്തോളം ചേർന്ന് പോവില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണോ ഏതെങ്കിലും വക്കീൽ ബുദ്ധിയിൽ ഇങ്ങനെ കൂടെ ചേർത്ത് കളയാം എന്ന് തോന്നുന്നത്? ഈ കൊലപാതകം എന്നുള്ളൊരു ആരോപണം ചേർത്ത് കളയാൻ തോന്നുന്നത്? അങ്ങനെ ചെയ്യുമ്പോഴുള്ള സ്മൃതി ഒരു പ്രധാനപ്പെട്ട കുഴപ്പം എന്താണെന്നറിയാമോ? ഗൗരവമുള്ളൊരു കുഴപ്പം വരുന്നത് ഇതിൻ്റെ അകത്ത് ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിവ്യയ്ക്ക് പോയിക്കൂടെ? ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ഇത് കൊലപാതക കേസായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പേരിലുള്ള ചാർജ് തന്നെ നിലനിൽക്കില്ലല്ലോ. ആ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കേണ്ടത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ? ഈ സമഗ്രമായ അന്വേഷണം ഏത് ഏജൻസി വേണം അന്വേഷിക്കട്ടെ, അതിന് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അതിനെ ഇങ്ങനെ വക്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ള ലൈനിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത് അവരുദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ. അത് വരുമ്പോൾ അതിന്റെ നിയമപരമായ മറുവശവും കൂടെ സാധ്യതകൾ എന്താണെന്നുള്ള എന്റെ ഒരു ധാരണ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ശ്രീ ജയേന്ദ്രൻ, ഇതിൽ എന്നതിനപ്പുറം ആ കുടുംബത്തിന് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നതിലല്ലേ കൂടുതൽ ഊന്നേണ്ടത്? നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. അവർ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് കുടുംബത്തോട് ബന്ധപ്പെട്ടിട്ടില്ല. കുടുംബത്തിന്റെ ഒരു പ്രതിനിധി അവിടെ വേണമെന്നുള്ള ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ല. ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്തൊക്കെയോ മറയ്ക്കുന്നു എന്നുള്ള തോന്നൽ അവർക്ക് ആദ്യം മുതലേയുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് താങ്കളുടെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട്. ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത് മൃതദേഹ പരിശോധനയാണ്, ശവപരിശോധന. അതാണല്ലോ ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്. അത് ബന്ധുക്കളുടെ ആവണം, അതല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയും ആകാം. അപ്പോൾ അവരുടെ സമ്മതം
പിന്നെ ഈ ടെലിഫോൺ വഴി കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ, അറിവ് അങ്ങനെയാണ്. ഞാൻ നേരത്തെ റിപ്പോർട്ടിൽ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഇക്കാര്യം തന്നെ പറഞ്ഞിരുന്നു. അവർ ടെലിഫോണിലൂടെ ആ അറിയിപ്പ് നൽകി, ആ അനുവാദം നൽകിയിരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റാണെങ്കിൽ അത് പിന്നീട് അതിൻ്റെ നിയമപരമായ വഴിക്ക് പോയിക്കോട്ടെ, അതിലൊന്നും നമുക്കൊരു തെറ്റുമില്ല. പിന്നെ അവരുടെ ബന്ധുക്കളുടെ അനുവാദം വാങ്ങിയിട്ട് തന്നെ ഇൻക്വസ്റ്റ് നടത്താൻ കഴിയും നിയമപ്രകാരം. അങ്ങനെയല്ല നടത്തിയിട്ടുള്ളതെങ്കിൽ ആ കേസ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവമായ മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യും. നിയമപരമായി അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇൻക്വസ്റ്റ് അവരുടെ അനുവാദം വാങ്ങിക്കാനാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അത് ഗൗരവമായ മറ്റൊരു തലത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അറിവിൽ അത് പിന്നെ ഈ ടെലിഫോണിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ ആയിരിക്കുമല്ലോ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ പോസ്റ്റ്മോർട്ടത്തിനടുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പിന്നെ അവരുടെ കയ്യിലുമുണ്ട്, നമുക്ക് എല്ലാവർക്കും ലഭ്യവുമാണത്. അതിലെങ്ങനെയാണ് മരണത്തിലേക്ക് എത്തിച്ചത്, അദ്ദേഹത്തിനെ മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്തൊക്കെ എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അതിൽ സംശയമുണ്ടെങ്കിൽ ഏത് ഏജൻസിയുടെ അന്വേഷണവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ആവശ്യപ്പെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യ അവകാശവും അധികാരമുണ്ട്. അതിനൊന്നും ഒരു തർക്കവും ആർക്കുമില്ല. ഞാനും അതിനോട് പൂർണ്ണമായി യോജിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കോടതി ചെല്ലുമ്പോൾ ആദ്യം കോടതി ചെയ്യുന്നത് എന്താണ്, ഹൈക്കോടതി ചെയ്യുന്നത് എന്തായിരിക്കും? സർക്കാരിനോട് ഈ അന്വേഷണ പുരോഗതി എന്താണെന്നുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടും. ആദ്യം അതാണല്ലോ ചെയ്യുക. അപ്പോൾ സർക്കാർ ഇപ്പം ഇന്ന് വരെയുള്ളതാണെങ്കിൽ ഇന്ന് വരെ ഉള്ള റിപ്പോർട്ട് സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥമാകും. അപ്പോൾ ആ റിപ്പോർട്ട് കോടതി പരിശോധിച്ചതിന് ശേഷമാണ് CBI അന്വേഷണത്തെ പറ്റി എന്താണ് സർക്കാരിൻ്റെ അഭിപ്രായം എന്ന് അടുത്ത ഘട്ടത്തിലാണല്ലോ ചോദിക്കുക. ആ ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കാണല്ലോ സർക്കാർ അഭിപ്രായം പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ് സിദ്ധാർത്ഥൻ്റെ കേസിൽ സിദ്ധാർത്ഥന്റെ പിതാവാണല്ലോ മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി അപ്പം തന്നെ അത് അക്നോളജ് ചെയ്യുന്നു, അത് അപ്രൂവ് ചെയ്യുന്നു. അതാണ് കാണുന്നത്. CBI അന്വേഷണത്തിന് വേണ്ടി പിന്നെ അത് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അവർ പിന്നെ റവന്യൂ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും തരത്തിലോ സമീപിച്ചിട്ടുള്ളതായിട്ട് നമ്മളുടെ അറിവിൽ ഇതുവരെ ഇല്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എനിക്ക് തിട്ടവുമില്ല കേട്ടോ. ഞാൻ പൊതുവായിട്ടുള്ള ഒരു അറിവ് പറഞ്ഞതാണ്. അങ്ങനെ അവർ ആ രൂപത്തിൽ അങ്ങനെ പിന്നെ നമ്മുടെ സർക്കാർ എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് അറിവിലില്ല. അപ്പം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം അന്വേഷണ പുരോഗതി എന്തായെന്നുള്ള കോടതിയിൽ സർക്കാർ പറയേണ്ടി വരും. അതായിരിക്കും ഇനി സംഭവിക്കുക. ഏതായാലും ഏതന്വേഷണവും അവർക്ക് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്നോ മന്ദഗതിയിലാണ് പോകുന്നതെന്നോ തോന്നൽ ഉണ്ടെങ്കിൽ പോലും ആ അന്വേഷണം കുറച്ചുകൂടെ സ്പീഡിയാക്കണം എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അതിനൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കേണ്ടത്. അതിൽ മറ്റൊരു അഭിപ്രായം ഇല്ല സ്മൃതി. Debate with Smriti Parithikar.